എല്ലാവരുടെയും മുടി ഒരു ദിവസം 50 മുതൽ 100 വരെ പൊഴിയുന്നത് സാധാരണമാണ്. എന്നാൽ സ്കാൽപ്പ് തിന്നിങ് അല്ലെങ്കിൽ പാച്ചസ് പോലെ വിസിബിൾ ആയിട്ടുള്ള ഹെയർ ഫാൾ ആണെങ്കിൽ ഈ 50 to 100 എന്നൊരു കണക്ക് സാധാരണമല്ല. ഇനി മുടി കൊഴിച്ചിലിൻ്റെ കോമൺ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെയർ ലോസ് ക്യാൻ ബി അക്യൂട്ട് ഓർ ക്രോണിക്. അതായത് അക്യൂട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വൈറൽ ഫീവർ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജറിക്ക് ശേഷം, ചിലർക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ടെൻഷനൊക്കെ വരുമ്പോൾ ഹെയർ ഫാളിംഗ് ഉണ്ടാകാറുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ചിലർക്ക് സ്ട്രെസ് കാരണം ഹെയർ ഫാളിംഗ് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെയാണ് അക്യൂട്ടിൽ പെടുന്നത്. ഇനി ക്രോണിക് ഹെയർ ഫാൾ അല്ലെങ്കിൽ വിട്ടുമാറാത്ത മുടികൊഴിച്ചിൽ, ഇതിന് സാധാരണയായി ഏതെങ്കിലും ഹെറിഡിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകാം. ആ ഒരു കാരണം മാറ്റി നിർത്തിയാൽ പിന്നെ മുടികൊഴിച്ചിൽ ഏത് വഴിക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ അറിയാം. ഒന്നുകിൽ എന്തെങ്കിലും അസുഖങ്ങളുടെ കാരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡെഫിഷ്യൻസിയുടെ കാരണമാകാം. നമ്മുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റെറോൺ എന്ന ഹോർമോണിനെ 5-ആൽഫ റിഡക്റ്റേസ് എന്ന എൻസൈമിൻ്റെ ഹെൽപ്പിൽ DHT അഥവാ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോൺ ആയി മാറ്റുന്നു. Velith Homeopathy, on a mission to cure.